മോള് വാ, വലതുകാലം വെച്ച് കയറ്. ആഹാ, നടരാജ സാറാണല്ലോ. എന്തായി കാര്യങ്ങളെന്ന് അറിയാൻ വേണ്ടി വിളിക്കണായിരിക്കും. ഹലോ സർ. സർ, എല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടപ്പാക്കിയിട്ടുണ്ട്. ഡോക്ടർ പയ്യനെ ഞാൻ മണവാളൻ വേഷത്തിൽ തന്നെ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. മുകളിൽ നിന്ന് ചിലപ്പോൾ ചില വിളികൾ വരാൻ സാധ്യതയുണ്ട്. സാറിനോട് ഞാൻ പറയണ്ടല്ലോ, ഹെവി പ്രഷർ ഫ്രം ദി ടോപ്പ്. അതാ ഞാൻ സ്റ്റേഷനിൽ നിന്നൊന്ന് മാറി നിൽക്കുന്നത്. ഒന്നാമതെന്ന് കോടതി അവധിയാ. മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കണമെങ്കിൽ ഞാൻ തിരിച്ചു ചെല്ലണ്ടേ? അവിടെ ഇരിക്കട്ടെ അവൻ. സാർ എന്നോട് നന്ദിയൊന്നും പറയേണ്ട ആവശ്യമില്ല. നമ്മൾ തമ്മിൽ അങ്ങനെയാണോ? പിന്നെ മോള് റിക്കവർ ചെയ്തോ സാർ? ഓ, താങ്ക് ഗോഡ്. അപ്പൊ ശരി സാർ, ഞാൻ വിളിക്കാം. ശരി സാർ. അല്ല, ഞാനൊരു കൊടും കുറ്റവാളിയും ക്രിമിനലും ഒക്കെ ആണല്ലോ. എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ സാറേ? വേണം. ഇന്നെന്റെ കല്യാണ ദിവസമാ. സദ്യയുണ്ട് സ്വസ്ഥമായി വീട്ടിൽ പോയി ഇരിക്കേണ്ട ഞാൻ ഒരു തെറ്റും ചെയ്യാതെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുക. അല്ല, സദ്യ എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് വരുത്താം. അത് സാറങ്ങ് കഴിച്ചാ മതി. എടോ സാറേ, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറയാ. ഞാൻ എന്തു പറയാനാ? ഞങ്ങൾക്കും വിഷമമുണ്ട് ഡോക്ടറെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോ. ഞങ്ങളുടെ വീട്ടിലും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതല്ലേ. ഇതിപ്പോ ഡിവൈഎസ്പി പുറത്തേക്ക് പോയിരിക്കുക. പിന്നെ കോടതിയും അവധി. മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയിട്ട് വേണം ഡോക്ടറിന്റെ ബെയിൽ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യാൻ. അപ്പൊ പ്ലാൻ ട്രാപ്പ് ആണല്ലേ സാറേ? പ്ലാൻ ട്രാപ്പോ? എന്ത്? എല്ലാം സാറിനും അറിയാവുന്നല്ലേ. പിന്നെ എന്തിനാ സാറേ ഒരു ഉരുണ്ടുകളി? എന്നെ കതിർ മണ്ഡപത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്യിക്കണമെന്നുള്ളത് അവരുടെ ഒരു ആഗ്രഹമായിരുന്നിരിക്കാം. അത് നടന്നു. ഇനി ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം 14 ദിവസം ജയിലിൽ കിടത്തണമെന്നുള്ള ആഗ്രഹം അവർക്കുണ്ടാവും. ഈ കേസിൽ ഞാൻ ഇനി കമാന്നൊരു അക്ഷരം വിട്ടില്ല. ഓക്കെ സാറേ. അളിയ സുദേവൻ പോയി. ആ, അവൻ പോയത് നന്നായി. സമയം പോയിക്കൊണ്ടിരിക്കണല്ലേ അളിയ. വീട്ടിൽ ചെന്ന് കയറേണ്ട മുഹൂർത്തം തെറ്റിക്കണ്ട. നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? ഞാനൊരു കാര്യം ചെയ്യാം. അനുക്കുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് പോകാം. നമ്മുടെ വീട്ടിലേക്കോ? പിന്നെ അളിയൻ അവിടെയല്ലേ താമസിക്കണത്. അപ്പൊ അവിടേക്കല്ലേ അളിയൻ താലിയെട്ടിയ പെണ്ണിനെ കൊണ്ട് പോകേണ്ടത്. അവിടെ പ്രശ്നമാവില്ല അളിയ? എന്ത് പ്രശ്നം? പ്രശ്നം ആവും അളിയ. അമ്മയുടെ സ്വഭാവം അളിയാൻ അറിയാവുന്നല്ലേ. ഒന്നാമത് ഞാനിങ്ങനെ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുമ്പോ ഒരു പ്രശ്നമില്ല അളിയ. ഞാനല്ലേ കൊണ്ടുപോണത്. അളിയൻ എന്നെ പറ്റി എന്താ കരുതിയിരിക്കണത്? ശശാങ്കൻ അളിയൻ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നിൽക്കരുത്. ഞാൻ അനുക്കുട്ടിയെ അങ്ങോട്ട് കൊണ്ടുപോയാ അനുക്കുട്ടി വലതുകാലി വെച്ച് കുതിരപ്പന്ത് വീട്ടിൽ കയറിയിരിക്കും. ഇതിനിപ്പോ അവരെന്ത് പിഴച്ചളിയാ? ആ കുട്ടി അതിന്റെ അച്ഛനും അമ്മയും പച്ച വെള്ളം പോലും കുടിക്കാതെ ഈ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വന്ന് നിൽക്കേണ്ട കാരണം എന്താണ്? ആ നീലിമയെന്ന് പറയണവളെ ഞാനൊന്ന് കാണുന്നുണ്ട്. ആ, ഒരു മിനിറ്റ്. നമുക്ക് വിപിന്റെ വീട്ടിലേക്ക് പോവാം. ഇല്ല അച്ഛാ, വിപിനില്ലാതെ ഞാൻ എവിടേക്കുമില്ല. മോളെ, വിപിനെ കുറച്ച് കഴിയുമ്പോ വിടുമെന്ന് പറഞ്ഞില്ലേ? ശശാങ്കം പറഞ്ഞതാ ശരി. നമ്മൾ ഇവിടെ നിൽക്കുന്നതിൽ കാര്യമില്ല. അമ്മക്കുട്ടി, ഞാൻ മോള് വാ, നമുക്ക് വിപിന്റെ വീട്ടിലേക്ക് പോവാം. വിപിൻ വന്നിട്ട് അകത്ത് കയറാം. അത് മതി ചക്കി, മോള് കയറ്. ചക്കി, പറയുന്നത് കേക്ക്. വാ മോളെ. ഇവൾക്കിപ്പം വിളക്കെടുത്ത് കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല. ഈ ഒരൊറ്റ കല്യാണം കൊണ്ടാ
ഈ കല്യാണം കൊണ്ട് മാത്രം എന്റെ മകൻ ഇപ്പൊ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത്. കുതിരപ്പന്തി വീടിന്റെ അഭിമാനം കടലിലൊഴുകി പോയത്. ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു ചേച്ചി? ഞങ്ങളുടെ ഭാഗത്തുനിന്നും ഒരു കുറ്റം ഉണ്ടായില്ലല്ലോ. കുറ്റം ഉണ്ടായതേ ഞങ്ങളുടെ ഭാഗത്തുനിന്നാ. മകന്റെ എടുത്തുചാട്ടത്തിനും ദുർവാശിക്കും വളം വെച്ചു കൊടുത്ത് കൂടെ നിന്നു. നീ എന്തൊക്കെ അസംബന്ധ ലക്ഷ്മി പറയുന്നത്? നിന്റെ മോനെതിരെ ഡോക്ടർ നീലിമയുടെ വീട്ടുകാരി കേസ് കൊടുത്തതിന് ഇവരെന്ത് പിഴച്ചു? സത്യത്തിൽ ഇവരല്ലേ ഒച്ച വയ്ക്കേണ്ടതും പൊട്ടിത്തെറിക്കേണ്ടതും ചോദ്യം ചെയ്യേണ്ടതും? എനിക്കതൊന്നും അറിയില്ല. കല്യാണ മണ്ഡപത്തിൽ നിന്ന് സ്വന്തം മകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണേണ്ടി വന്ന ഒരു അമ്മയാണ് ഞാൻ. ഒരേ ഒരു മകന്റെ കല്യാണത്തിന് മധുരം കൊടുക്കാനോ ഒരു പിടി ചോറുണ്ണാനോ കഴിയാതെ പോയൊരമ്മ. എനിക്ക് ആരുടെ ന്യായം കേൾക്കണ്ട. ഞാൻ വിളക്കെടുത്ത് കൊടുക്കില്ല ഇവൾക്ക്. വാങ്ങിക്കും മോളെ. വാ മോളെ. വലതുകാല് വെച്ച് അകത്തേക്ക് കയറി. ഇവിടെ വേറെ നിലവിളക്കിരിപ്പുണ്ട? ഉണ്ടെങ്കി അതിൽ എണ്ണ ഒഴിച്ച് തിരിയിട്ട് കത്തിച്ചിട്ട് വാ. എരുതിയിലൊഴിക്കാൻ എണ്ണ കന്നാസി കൊണ്ടു നടക്കണവളല്ലേ നീ? തൽക്കാലം ഒരു നിലവിളക്കെടുത്ത് കത്തിക്കാനാ പറഞ്ഞത്. എന്തിനാ? കാര്യം പറ. കാര്യം നിനക്ക് മനസ്സിലായില്ല ഇതുവരെ? ഇവിടേക്ക് കെട്ടിക്കേറി വന്നൊരു പെങ്കൊച്ചാണ് അനാഥയെ പോലെ മുറ്റത്ത് നിൽക്കുന്നത്. ഓ, അതിന് ഞാൻ എന്ത് വേണം? ആദ്യം കെട്ടിയ ഭർത്താവ് വരട്ടെ. അതായത് എന്റെ പൊന്നാങ്ങളാ. അവൻ വന്നിട്ട് എടുത്തു കേട്ടിട്ടെ അകത്തോട്ട്. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. നിന്നോട് നിലവിളക്ക് കത്തിച്ചുകൊണ്ട് വരാൻ പറഞ്ഞാൽ നീ നിലവിളക്ക് കത്തിച്ചുകൊണ്ട് വരണം. എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞില്ലേ? നിന്നെ കൊണ്ട് പറ്റത്തില്ല? പറ്റത്തില്ല, പറ്റത്തില്ല, പറ്റത്തില്ല. ഓക്കെ, നീ ആ ഭിത്തിയിലേക്കൊന്ന് നോക്കിയേ. ഇന്ന് പിടിച്ചോ. മോളെ, ഈശ്വരനെ മനസ്സിൽ പ്രാർത്ഥിച്ച് ഇത് വാങ്ങ്. Ah
ധൈര്യമായിട്ട് എന്റെ മോള് വലത് കാല് വെച്ച് കയറും. മോളെന്തിനാ പേടിക്കുന്നത്? മോളുടെ അച്ഛനല്ലേ ഞാനും. പിന്നെന്തിനാ പേടിക്കുന്നത്? ഇനി ഇതാണ് മോളുടെ വീട്. ഇവിടെ നടന്നതോ ഇന്ന് പകൽ കല്യാണ സ്ഥലത്ത് നടന്നതോ ഒന്ന് ഓർത്ത് മോള് വിഷമിക്കണ്ട. അതിലൊന്നും മോള് തെറ്റുകാരിയല്ല. അതൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യങ്ങൾ വരുമ്പോ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും പ്രതികരിക്കുക. അതിനെ അങ്ങനെ കണ്ടാ മതി. നീ കുതിരപ്പന്തി വീട്ടിലെ സ്വന്തം മോള് തന്നെയാ. അതിനൊരു മാറ്റവും ഇല്ല. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ചെവിയിലെ വണ്ട് മുള്ളൊച്ചയൊക്കെ മാറിയ? ഇതിനൊക്കെ ഞാൻ പകരം വീട്ടും. നിങ്ങളോടല്ല, അവളോട്. നീ ഒരു ചുക്കും ചെയ്യാൻ പോണില്ല. നീ എന്താടി കരുതിയത്? വേലയും കൂലിയില്ലാതെ തെക്ക് വടക്ക് തെണ്ടി നടക്കുന്ന ഒരാളാണ് ഞാനെന്നാ അല്ലേ? ശശാങ്കനെ, നട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയല്ല, നട്ടെല്ല് തന്നെയാണ്. എങ്ങനെ മനസ്സ് തോന്നിയടി നിനക്കും നിന്റെ അമ്മക്കും ഈ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ? അവരെന്ത് തെറ്റാ ചെയ്തത്? അവരാണ് ഈ വീട്ടിൽ കയറി തല്ലേണ്ടത്. ബാക്കി ഞാൻ പറയണില്ല. ആദ്യം അളിയൻ ഇങ്ങോട്ട് വന്നോട്ടെ. പിന്നെ വൈകിട്ട് സമയമുണ്ടെങ്കിലേ ബാഗിൽ നിന്റെ ഡ്രസ്സൊക്കെ എടുത്ത് അടുക്കി വെച്ചേര്. കുതിരപ്പന്തി വീട്ടിൽ കിടന്നിട്ടുള്ള നിന്റെ ഈ തുള്ളിച്ചാട്ടം ഞാൻ അങ്ങോട്ട് നിർത്താൻ പോണേന്ന്. മര്യാദക്ക് നീ എന്റെ വീട്ടിൽ വന്ന് നിന്നോ. അവിടെ ഉണ്ടല്ലോ ഒരു അമ്മായിയമ്മ, എന്റെ അമ്മ. ഇനി പണിയാണ് മോളെ. ഇവളെയൊക്കെ മര്യാദ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. ആ പെങ്ങളെ, പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട്. അത് പിന്നെ ഇന്നത്തെ ദിവസം വേണ്ട, അടുത്ത ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. അന്നേരം നമുക്ക് ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഒരു ധാരണയിലെത്തണം. എന്താ ഏട്ടാ? അത് പറയാം. പെങ്ങളും ഞാനും തമ്മിൽ ഡീൽ ചെയ്യേണ്ട കാര്യമാണെന്ന് കൂട്ടിക്കോ. എന്തായാലും അടുത്ത ദിവസം പറയാം. ആ കാര്യത്തിന് പെട്ടെന്നൊരു നടപടി ഉണ്ടാക്കണം. എന്റെ മകൾക്ക് നൽകേണ്ട ഒരു വിവാഹ സമ്മാനവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാ നമുക്ക് ഇറങ്ങാം. ഇറങ്ങാം. ഇനി എന്നാ നിങ്ങൾ ഇങ്ങോട്ട്? ഞാൻ പറഞ്ഞത് അലിയൻ ശരിക്കും കേട്ടില്ലേ? അടുത്ത ദിവസം തന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. നീയല്ലേ എന്റെ മോളുടെ കരണത്തടിച്ചത് അല്ലേ? നേരെ നോക്കടി. ഞാനൊന്നറിയാതെ. വേണ്ട, നിന്റെ വലിയ ക്ഷമാപണവും ന്യായമൊന്നും എനിക്ക് കേൾക്കണ്ട. നിനക്കുള്ള അടി ഞാൻ എന്റെ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട്. സമയാവട്ടെ, തരാം. എന്താ ഇത്? നിങ്ങൾ രണ്ടുപേരുടെയും കല്യാണം നടന്ന ദിവസം ഇന്ന്. എന്തെങ്കിലും പിണക്കമുണ്ടെങ്കിൽ കുട്ടികൾ തമ്മിൽ പറഞ്ഞു തീർക്കല്ലേ വേണ്ടത്, അല്ലാതെ പോരുകോഴികളെ പോലെ ഇങ്ങനെ വെല്ലുവിളിക്കാണോ വേണ്ടത്? അടിയോ? ദേ, അടി കൊണ്ടതേ എന്റെ മോളുടെ മുഖത്താ.
ആ ചൂട് വീണത് എന്റെ ഈ നെഞ്ചിനകത്താ. അതുകൊണ്ട് അവള് പറയാനുള്ളതെല്ലാം പറയും. നീയും നിന്റെ അമ്മയും വലിയ ആട്ടക്കാരികളാ അല്ലടി? ആട്ടക്കാരികളാണോ അതോ? പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ. ഇനി കൂടുതൽ അറിയണമെങ്കിലേ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അന്തസ്സുള്ള ഒരു എസ്റ്റേറ്റ് മുതലാളി, മുൻ റെയിൽവേ ഉദ്യോഗസ്ഥൻ, പേര് നന്ദൻ. അദ്ദേഹത്തിന്റെ നൃത്താധ്യാപികയായ സംഗീതയുടെ ഒരേ ഒരു മകളാണ് അനു. നാട്ടില് പേര് ദോഷമൊന്നും കേൾപ്പിച്ചിട്ടില്ല. ആട്ടക്കാരിയല്ല, നല്ല ഒന്നാം തരം നർത്തകി. ശശാങ്കേട്ടാ, നിങ്ങൾ എന്തിനാ ഇവളുടെ ബയോഡാറ്റ പറയാൻ പോകുന്നേ? നിന്റെ ബയോഡാറ്റ പറയാൻ പറ്റില്ലല്ലോ. 10ാം ക്ലാസ്സും ഗുസ്തി, അതുകൊണ്ട് എന്താ പറയാനുള്ളത്? പിന്നെ നാക്കിന് പകരം വായിന്റെ അകത്തൊരു ചെരവ നാക്കും അല്ലേ? പരിചയപ്പെട്ട് കഴിഞ്ഞല്ലോ, എന്നാ ഇനി അനുക്കുട്ടി പോയിക്കോളൂ. എന്താ നമ്മുടെ മോള് എന്നിട്ട് എന്തെങ്കിലും ഒന്ന് പറ. താനൊന്നും മിണ്ടാതിരുന്നേടൂ. ഹലോ ആന്റണി. ഇല്ല, വിപിൻ സ്റ്റേഷനിൽ തന്നെയാ. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല ആന്റണി. എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ ശ്രമിച്ചു. ഇനി വരുന്നതൊക്കെ അനുഭവിക്കുക, അല്ലാതെ എന്ത് ചെയ്യാനാ? അതെ, നോൺ ബെയിലബിൾ ഒഫൻസ് എന്നൊക്കെയാ പറയുന്നത്. പിന്നെ നമ്മൾ കേസും കൂട്ടായിട്ടൊന്നും നടക്കുന്ന ആളുകളൊന്നും അല്ലല്ലോ ആന്റണി. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല. നമ്മുടെ ലീഗൽ അഡ്വൈസർ കുര്യനോട് ഒന്ന് വരാൻ പറയണം. എത്രയും വേഗം വിപിനെ ജാമ്യത്തിൽ ഇറക്കണം. എന്റെ ചക്കിയുടെ കണ്ണീര് കാണാൻ എനിക്ക് വയ്യ. അവളെ ഒറ്റയ്ക്ക് വിപിന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത്. നമുക്ക് അങ്ങോട്ട് തിരിച്ചു പോവാൻ നന്ദിട്ട. അവൾ ഒറ്റയ്ക്ക് അവിടെ, എനിക്ക് വയ്യ. താനൊന്നും മിണ്ടാതിരിക്കടോ. കാര്യത്തിന്റെ ഗൗരവം അറിയാതെ സംസാരിക്കല്ലേ. വിപിനെ എങ്ങനെയും പുറത്തിറക്കണം. ആ കാര്യം ഞാൻ ആന്റണിയോട് സംസാരിക്കുന്നേ. ആ ആന്റണി, കുര്യനോട് ഇപ്പൊ തന്നെ കയറാൻ പറ. നാളെ വിപിനെ എങ്ങനെയെങ്കിലും ജാമ്യത്തിൽ ഇറക്കണം. ഇറക്കിയേ പറ്റൂ. ആ മോളെ, എന്താ മോളെ ഇത്? ഇങ്ങനെ ഇരുന്നാ മതിയോ? വേഷമൊക്കെ മാറി അപ്പുറത്തേക്ക് വരാമായിരുന്നില്ലേ? ഞാൻ വിപിൻ ചേട്ടൻ വന്നിട്ട്. വിപിന് പ്രശ്നമൊന്നുമില്ല, ഇപ്പൊ വരും. കൊണ്ടുവരാനായിട്ട് ശശാങ്കം പോയിട്ടുണ്ട്. സത്യാണോ? ആ, അച്ഛൻ മോളോട് കള്ളം പറയൂ. ഞാൻ വിപിൻ ചേട്ടൻ വന്നിട്ട് കഴിച്ചോളാം അച്ഛാ. അവൻ വന്നോളും. മോളൊന്നും കഴിച്ചില്ലെങ്കിൽ അവൻ വരുമ്പോ എന്ത് വിചാരിക്കും? ഞങ്ങളെയല്ലേ കുറ്റപ്പെടുത്തുക? മോളുവാ. വേണ്ട അച്ഛാ, ഇവിടുത്തെ അമ്മയ്ക്ക് എന്നെ കണ്ട ദേഷ്യവും. എനിക്കത് സങ്കടവും. ഏയ്, ഒന്നുമില്ല. സത്യത്തിൽ ഇവിടുത്തെ അമ്മ വെറും ഒരു പാവാ മോളെ. ഈ ബഹളം മാത്രമേ ഉള്ളൂ. ഇന്ന് നടന്നതൊക്കെ മോളും കണ്ടതല്ലേ? അതിന്റെ സങ്കടത്തിലായി ബഹളം.
നാളെ നേരം വിളിക്കുമ്പോ അതൊക്കെ മാറിക്കോളും. മോള് വാ. സത്യമായിട്ടും എനിക്ക് വിശപ്പില്ലാഞ്ഞിട്ട് അച്ഛാ. അയ്യോ, അങ്ങനെ പറഞ്ഞാ പറ്റൂല. അത്താഴ പട്ടിണി കിടന്നാൽ ഒരു പ്രാവിന്റെ അത്രയും തൂക്കം നമ്മുടെ ശരീരത്തിൽ നിന്ന് കുറയുന്ന. വരിക, അച്ഛനല്ലേ വിളിക്കുന്നത്. വാ മോളെ. അതിരിക്കട്ടെ, ദിവ്യപ്രഭയ്ക്ക് എന്നെ ഇഷ്ടമായോ? അതോ അച്ഛന്റെ അഭിമാനം രക്ഷിക്കാൻ വേണ്ടി ഏതൊരുത്തനാണെങ്കിലും വേണ്ടില്ല എന്ന മട്ടിൽ താലിക്ക് തലവുനിച്ചു തന്നതാണോ? അങ്ങനെയല്ല, ഇപ്പൊ ഇങ്ങനെ തുറന്ന് സംസാരിക്കുമ്പോ എനിക്കിഷ്ടം തോന്നുന്നുണ്ട്. ആണോ? ആ ഇഷ്ടം കൂടാൻ ഞാൻ പ്രാർത്ഥിക്കാം. ഇഷ്ടപ്പെടുന്നവരെ പ്രതാപനും ഇഷ്ടപ്പെടും. നമ്മള് മുഖം നോക്കുന്ന കണ്ണാടി പോലെ ഈ പ്രതാപന്റെ സ്വഭാവം. നിങ്ങൾ ചിരിച്ചാൽ പ്രതിബിംബവും പ്രതാപനും ചിരിക്കും. അല്ലെങ്കിൽ കണ്ണാടിയോടെയും. അത്ര തന്നെ. നമ്മുടെ വീടെത്തി. എന്ത് ഭ്രാന്താണോ താനീ കാണിക്കുന്നത്? അതെ, എനിക്ക് ഭ്രാന്താ. എനിക്ക് ഭ്രാന്താണ്. ചക്കില്ലാതെ ഞാൻ ഈ വീട്ടിൽ കയറില്ല നന്ദേട്ടാ. എനിക്ക് ചക്കിയെ കാണണം. എനിക്ക് എന്റെ ചക്കയെ കാണണം നന്ദേട്ടാ. എനിക്ക് എന്റെ ചക്കയെ കാണണം. സംഗീത, അത് കയറിപ്പോ. കേറിപ്പോവാൻ. ശരിക്കും ഇങ്ങനെ ഒപ്പിട്ട് എന്ന് ഇറങ്ങി പോകേണ്ട തെറ്റൊന്നും എന്റെ അളിയൻ ചെയ്തിട്ടില്ല സാറേ. പിന്നെ ആരാ? താനാണോ തെറ്റൊക്കെ ചെയ്തത്? എന്റെ സാറേ, ഇതിപ്പോ ഈ പാതിരാക്കി ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റിയതേ സാറിന്റെ സാറിന്റെ ഡിപ്പാർട്ട്മെന്റ് ഔദാര്യം കൊണ്ടൊന്നുമല്ല. അളിയ, നമുക്ക് പോവാം. പറയാനുള്ള ആരായാലും പറയണ്ട അളിയ. പിന്നെ ആരുടെയാ? ശശാങ്കന്റെ മിടുക്കൊണ്ടാണോ ഈ റിലീസിംഗ്? അതെ, എന്താ സംശയം? MLA MP വിളിച്ചില്ലേ? വേണമെങ്കിൽ നമ്മുടെ ജില്ലയിലെ മന്ത്രിയെ നേരിട്ട് വരുത്താൻ എനിക്കറിയായിരുന്നു.
എടാ ശശാങ്ക, തന്നെ പോലുള്ള ഈക്കിലി രാഷ്ട്രീയക്കാർക്ക് കളിക്കാൻ അറിയില്ല എന്ന് ഞാൻ പറയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഡോക്ടർ നീലിമയ്ക്ക് പരാതിയില്ല എന്ന് മൊഴി നൽകി. അതുകൊണ്ടാ ഇപ്പൊ ഈ ഡോക്ടർക്ക് പോവാൻ പറ്റുന്നേ. അത് മാത്രോ? അല്ല, വിളിച്ചിട്ടുണ്ട്. MLA എന്നെ വിളിച്ചിരുന്നു ഇന്നലെ. താൻ വലിയ മിടുക്കന്. ഇനി ആ മിടുക്ക് കാണിച്ചു നിൽക്കാതെ അളിയനെ വേഗം മണിയറയിലേക്ക് കൊണ്ടുപോ. ചെല്ല്. വാളിയ നടക്ക്, പോകാം. വാ. അപ്പൊ താങ്ക്സ് സാറേ. എന്നോട് ഈ ക്രൂരത കാണിക്കാൻ കൂട്ടുനിന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ബഹുമാനപ്പെട്ട യമാന്മാർക്കും ശരി സാറേ. ചെല്ല്. ഹലോ. എന്റെ ഷാജു, താനൊക്കെ പിന്നെ പോലീസാണെന്ന് പറഞ്ഞ് നടക്കുന്ന എന്തിനാ? രാവിലെ എന്നോട് DYSP അയ്യപ്പൻകുട്ടി അങ്ങനൊന്നും അല്ലല്ലോ പറഞ്ഞത്. താൻ ഫോൺ വെച്ചോ. ഒന്നാമത് നിലതെറ്റി നിൽക്കുക ഞാൻ. എന്താ പറ്റിയേ? എന്തു പറ്റാൻ? ആ ഡോക്ടർക്ക് ജാമ്യം കിട്ടി. അവനെ അവന്മാര് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. അങ്ങനെ വിടാൻ കഴിയോ? ബോധം തെളിഞ്ഞപ്പോ ഡോക്ടർ നീലിമ അവർക്ക് പരാതിയില്ലെന്ന് പറഞ്ഞത്രേ. അപ്പൊ പിന്നെ പോലീസിന് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഈടി ഇടപെട്ട് കഴിഞ്ഞാ പിന്നെ തൊപ്പി പോയല്ലെന്ന് അയാൾക്കൊരു പേടി. ഇത്രയും കാലം ഞാൻ സ്റ്റഫ് യൂസ് ചെയ്യുന്നു എന്നുള്ളതായിരുന്നല്ലോ ഡാഡിയുടെ പരാതി. ശരി, ഞാൻ അതങ്ങ് വിട്ടു. അകത്തെ മുറിയിൽ അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നവളാ ഇനി എന്റെ സ്റ്റഫ്. കുതിരപ്പന്തി വീട്ടിൽ ചന്ദ്രസേനന്റെ സ്വത്താ ഇനി എന്റെ സ്റ്റഫ്. അവിടെയും കൂടി ഡാഡി കയറി വഴി വിലങ്ങിയാൽ പിന്നെ ആസ്ട്രൽ പ്രൊജക്ഷൻ. ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നു. അതിമനോഹരമായ കാഴ്ച. മനസ്സിലായി കാണുമല്ലോ ന്യായാധിപന്. അപ്പോ ശരി, ഗുഡ് നൈറ്റ്.